ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇന്ന് അടുക്കളയത്തെ കുറച്ച് പണികളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാൻ ഞാൻ ഇവിടെ സ്റ്റീമിൻ്റെ പുട്ടുപൊടി ആട്ടോ ഉപയോഗിക്കാറ്. ഇതിൽ പുട്ടുണ്ടാക്കുമ്പോൾ എനിക്കെന്തോ പുട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അരി പൊടിപ്പിച്ച് പുട്ടുണ്ടാക്കുമ്പോൾ ഏകദേശം കല്ല് പോലെയൊക്കെ ആവാറുണ്ട്. ഇപ്പോൾ ഈ പുട്ടുപൊടി ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവാറ്, നല്ല സോഫ്റ്റ് ആവുമല്ലോ. അപ്പോഴേക്ക് ഇത് ഇവിടുന്ന് സാമ്പാറാണ്. ഇത് പുട്ടിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക, വേണ്ടവർക്ക് ഉച്ചത്തേക്കാണ് മെയിനായിട്ട് സാമ്പാർ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ അവിടെ അച്ഛനുള്ള കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്ക് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറുപയർ കറി ഉണ്ടാക്കാനായിരുന്നപ്പോൾ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൽ തേങ്ങ കരച്ചിട്ടൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു താളിപ്പ് നമ്മളെ വെളിച്ചെണ്ണയിൽ വേപ്പിൻ്റെയും ചെറുള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് താളിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനില്ല നമ്മളെ ചെറുപയറിനുള്ളതും. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം. ഒരു കുറ്റിയൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ, ഒന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. രാവിലത്തെ തിരക്കിൽ ചിലതൊക്കെ മറന്നു പോകാറുണ്ട്, എല്ലാതും ഒന്ന് പിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം നല്ല ആവിധ ചൂടാവി വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇട്ട് എന്തെങ്കിലും തോർത്തുണ്ടോ അല്ലെങ്കിൽ കഴിക്കണ തുണി എന്നൊക്കെ പറയും, ഇങ്ങനെ എന്തെങ്കിലും തുണി എടുത്തിട്ടാണ് ഞാൻ പുട്ടും കുറ്റി പിടിക്കുക. അല്ലെങ്കിൽ പണ്ടൊക്കെ കൈ പൊള്ളിയ ശീലം നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ നല്ല ചൂട് പുട്ടും കുത്തിന്ന് ബാക്കിൽ നിന്ന് തള്ളിയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് പുട്ട് നിറച്ചാലോ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. ആദ്യം വിചാരിച്ചു വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ സ്പൂണിലൊക്കെ ചെയ്താലോ. അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുകയാണ്. ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ നമ്മൾ നനച്ച് വെച്ച പുട്ടുപൊടി ഇട്ടു. ഈ പുട്ടുപൊടി ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ എനിക്ക് നനച്ച് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല വെള്ളക്കണ്ണ് പറ്റിയിട്ട് ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. അപ്പം ഞാൻ അപ്പോൾ ഇത് നനയ്ക്കുന്നത് ഈ പുട്ടതിലിടുന്നതിൻ്റെ മുന്നേ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ തേങ്ങ ഇടണു, പിന്നെയും പുട്ടുപൊടി ഇടണു, തേങ്ങ ഇടണു, പുട്ടുപൊടി ഇടണു, തേങ്ങ ഇടണു. അത് നല്ല രസമല്ലേ പുട്ടുണ്ടാക്കാൻ. രസമാണ്, എളുപ്പമാണ്. ഇപ്പം പുട്ടും കടലക്കറി, പുട്ടും ചിക്കൻ കറി, പുട്ടും ചെറുപയറൊക്കെ നല്ല കോമ്പിനേഷനാണല്ലോ. അതിന് പുട്ട് ഇഷ്ടമുള്ളവരാരൊക്കെ ഒരുവിധം രാവിലെ എല്ലാവരും നേരം വൈകുന്ന ദിവസമൊക്കെ ഇവിടെ പുട്ടാട്ടോ. എന്തിപ്പോൾ നേരം വൈകിട്ടൊന്നുമല്ല, എന്നാലും ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കുളിച്ചിട്ട് അവിടെ അടുക്കളയിൽ കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നും അതിനെ കുളിക്കലൊന്നുമില്ല, ചില സാങ്കേതിക സമയത്ത് കുളിക്കലുണ്ട്. അപ്പോൾ നമ്മളിത് പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകാണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വേഗം കുളിച്ചിട്ട് അടുക്കളയിൽ കയറി ഉണ്ടായിരുന്നത്. അപ്പം ഇത് എന്തിനാണെന്നറിയോ, ഇത് നമ്മൾ ഗ്രീൻ ടീക്കാണ് വെക്കുന്നത്. ഗ്രീൻ ടീ ആണ് അധികം ഞാൻ രാവിലെ കുടിക്കാറുണ്ട്. ഞാൻ ഏട്ടനോട് അമ്മയൊക്കെ പരുവത്തിൽ എല്ലാവരും രാവിലെ ഗ്രീൻ ടീയാണ് കുടിക്കുന്നത്. പണ്ടൊക്കെ പാൽ ചായയും കട്ടൻ ചായയും മധുരം ഇട്ടിട്ടൊക്കെ കുടിച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. പിന്നെ നമ്മളിങ്ങനെ തടിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ പിന്നെ മധുരം കൂടുതൽ ഉപയോഗിക്കില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ അത് കുറച്ചു. അതിച്ചിട്ട് ഞാൻ ബാക്കി എല്ലാതും ഞാൻ കഴിക്കും. ലഡു, ജിലേബി, പായസം. ചായ കുടിക്കുമ്പോൾ മാത്രം എനിക്ക് മനസ്സിൽ എന്തോ ഒരു ഇടങ്ങേറാണ്, അതെന്താണെന്നറിയില്ല. അപ്പോൾ അതാ നമ്മളതാ ഗ്രീൻ ടീക്കുള്ള പൊടി. ഗ്രീൻ ടീ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊടിച്ച് വെച്ചിരിക്കുക. മറ്റേത് ഇടുമ്പോൾ തീരെ മുതലാവാത്ത പോലെ തോന്നും. പൊടിച്ചപ്പോഴോ എത്ര പോലെ ഉണ്ടായിരുന്നതായിരുന്നു. അവിടെ ആകെ കുറഞ്ഞൊരു പാത്രത്തിലോ ശകരായി. പക്ഷെ ഞാൻ കുറച്ച് ഈട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി പപ്പടം കാച്ചാം. തേട്ടനാട്ടോ കാച്ചണം. ഈ പപ്പടം നമുക്ക് പുട്ടിക്ക് വേണമെങ്കിൽ അവർക്കും കൂട്ടാം, അല്ലെങ്കിൽ ഉച്ചത്തേക്കും കൂട്ടാം. അങ്ങനെ എന്നാലും പുട്ടിക്ക് കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പപ്പടം ഇവിടെ ആയിട്ടുണ്ട്. പാത്രം ചെറുതായതുകൊണ്ട് കുറച്ച് പപ്പടം കാച്ചാൻ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്ക് അങ്ങനെ ഇത് ഏകദേശമൊക്കെ സെറ്റായിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചോറായിട്ടുണ്ട്. നമ്മളതാണെന്ന് സാമ്പാർ, ഉച്ചയ്ക്കുന്ന സാമ്പാറാണ്. പിന്നെ കേബേജ് ഉപ്പേരിയാണ് കേട്ടോ. ഇന്നും ഓരോ ഉപ്പേരി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കേബേജാണ്, ഇന്നലെയൊക്കെ ചീരയായിരുന്നു. പിന്നെ നമ്മളെ പപ്പടം, അത് പിന്നെ മസ്റ്റാണല്ലോ. രാവിലേക്കും ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, വൈകുന്നേരം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം തന്നെ പോയിട്ട് ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നിങ്ങളെപ്പോലുള്ളവരല്ലേ ഞങ്ങൾ സാധാരണ ഈ തുടക്കക്കാരനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ പ്ലീസ്.